അതേ വന്നു. ദേ വാർ 2 നമ്മുടെ OTT റിലീസായിട്ടുണ്ട്. YRFന്റെ സ്പൈ യൂണിവേഴ്സിൽ വരുന്ന പത്താനും ജവാനും സോറി ആള് മാറിപ്പോയി. പത്താനും ടൈഗറും ഒക്കെ വന്ന സ്ഥിതിക്ക് ഞാൻ ഇതിലേട്ടൊന്ന് വാർ 2 ഒളിഞ്ഞു നോക്കാൻ തീരുമാനിച്ചു. സംഭവിച്ചു പോയി ഗൈസ്. ഞാനൊന്ന് ഒളിഞ്ഞു നോക്കി, പറ്റിപ്പോയി. 500 കോടി ബഡ്ജറ്റും വലിയ താരനിരയും കുറെ ബിക്കിനി സീനും കുത്തിക്കയറ്റി കഴിഞ്ഞാൽ പടം കാണുമെന്നുള്ള ആ ഒരു ചിന്താഗതി ഉള്ളിടത്തോളം കാലം ഇതിങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. ഈ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. പടത്തിന്റെ തുടക്ക സീൻ തൊട്ടേ നമ്മൾ വെറുപ്പിച്ച് കൈത്തരും. വില്ലനെ കാണിക്കുന്നു, ഒരു 500 പേര് ചുറ്റിനും നിൽക്കുന്നു, അവനെ കൊല്ലാൻ നായകൻ ഒറ്റയ്ക്ക് വരുന്നു. ഇതൊക്കെ ഏത് കൊല്ലത്ത് നടന്ന കാര്യങ്ങളാണ്. ഇത് ഇപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം. ഇമ്മാരെ സമ്മതിക്കണം. പിന്നെ തീർന്നില്ല, ലോജിക് എന്ന് പറഞ്ഞ സാധനം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആക്ഷൻ രംഗങ്ങൾ. ഈ എന്തൊക്കെ കാണി, ഹെലികോപ്റ്ററിൽ വള്ളിയിട്ട് പിടിക്കുന്നു, കറങ്ങണു, വെടിവെക്കും, പൊട്ടിത്തെറിപ്പിക്കുന്നു. അതിന്റെ തുടക്കം തന്നെ ഒരു ചെന്നായനെ കാണിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി കാണിച്ചു? സൗത്ത് സൈഡിൽ നിന്ന് ജൂനിയർ NTRും അങ്ങ് നോർത്ത് സൈഡിലോട്ട് വരുമ്പോൾ ഹൃതിക് റോഷനും കിയാറ അദ്വാനിയും. കിയാറ അദ്വാനിയുടെ ബിക്കിനി സീൻ അങ്ങനെ വേണം പറയാൻ. കാരണം അതാണല്ലോ അവർ ഫോക്കസ് ചെയ്തത്. വേറെ കാര്യമൊന്നുമില്ല പുള്ളിക്കാരത്തിനെ കൊണ്ട്. പിന്നെ ഇത് ആക്ഷൻ പടമാണല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ ആക്ഷൻ രംഗങ്ങളൊക്കെ എടുത്തു പറയേണ്ട സംഗതി തന്നെയാണ്. ട്രെയിനിന്റെ മുകളിലൂടെ കാർ ഓടിക്കുക, പ്ലെയിനിനകത്തോടെ തൂങ്ങി പറന്നു പോവുക. എന്റെ പൊന്നോ, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. F1 റേസിന്റെ ഇടയ്ക്കൂടെ ബോട്ട് ഓടിക്കുക. ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ്? ഇത് ഏത് ബോട്ടാണ്? F1 റേസിന്റെ F1 ട്രാക്കുകൾ പോട്ടെ, കരയക്കട ഒന്ന് ആ മണൽത്തിട്ടേക്കടെങ്കിലും ഒന്ന് ഓടിക്കാൻ പറ്റുമോ? തുടങ്ങിയ കുറേ സാധനങ്ങളുണ്ട്. നല്ല അബ്സല്യൂട്ട് സിനിമ എക്സ്പീരിയൻസ്. ഇതൊക്കെ കണ്ടിരുന്നവരെ ഉണ്ടല്ലോ, പൂജിക്കണം അവരെയൊക്കെ. ഇതിനകത്ത് തന്നെ ഏറ്റവും തന്നെ അങ്ങ് ഹൈ മൂമെന്റിൽ എത്തിച്ച് ഇത് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിനിന്റെ മേളിൽ കിടന്നിട്ട് ഇവര് കിടന്ന് കബഡി കളിക്കണ പോലെ കിടന്ന ഒരു ആക്ഷൻ രംഗം കാണിക്കുന്നു. എന്റെ പൊന്നോ, വള്ളി തൂങ്ങി അങ്ങോട്ട് അടിക്കണം ഇങ്ങോട്ട് അടിക്കണം. ഇതൊക്കെ കളിപ്പാട്ടത്തിന്റെ മേളിൽ ഇങ്ങനെ കിടന്ന് ഇത് എന്താ ഒരു ഉദ്ദേശിച്ചെന്ന് മനസ്സിലായിട്ടില്ല. ഇമാതിരി സാധനമൊക്കെ. പിന്നെ എടുത്തു പറയേണ്ട സാധനം ജൂനിയർ NTRന്റെ ഇൻട്രൊഡക്ഷൻ. ഒരു ഷർട്ട് ഊരിക്കളഞ്ഞ് സിക്സ് പാക്ക് കാണിക്കണം, അതും VFX. അങ്ങനെ ഒരു സാധനം ഇട്ടിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അതും പിടിച്ച് നേരെ വില്ലന്മാരുടെ ഒത്ത നടക്കുക എന്ന് ആടിയിട്ട് അവിടെ കിടന്ന് അടി ഇടി ബഹളം വെടി. അതിൻ്റെ ഇടയ്ക്ക് ഒരു മെസ്സേജ് ഇങ്ങനെ നൈസായിട്ട് ടച്ച് ചെയ്ത് കളഞ്ഞ ഒരു സീനൊക്കെ ഉണ്ട്. ഈ പടത്തിന്റെ പ്രൊഡക്ഷന്റെ സമയത്ത് തന്നെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് കിടന്നത് NTR ആണ് വില്ലൻ എന്നും പറഞ്ഞുകൊണ്ട്. പടത്തിന്റെ തുടക്കത്തിൽ പുള്ളീനെ ഗാന്ധിജിയുടെ മറ്റൊരു രൂപമായിട്ട് കാണിച്ചിട്ട് അങ്ങ് കുറച്ചങ്ങ് ചെല്ലുമ്പോൾ ഹൃതിക് റോഷൻ ഇവനാണ് വില്ലൻ എന്ന് അറിയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആ സമയത്ത് ഹൃതിക് റോഷന്റെ മൈൻഡ് വോയിസ് ഒക്കെ ഒന്ന് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പാകത്തിനുള്ള സ്ക്രീൻ പ്ലേ ഇല്ല. ചുമ്മാ കുറെ ആക്ഷൻ രംഗങ്ങൾ, കുറെ അവിടെ ഇവിടെ ഒക്കെ കടന്ന് കുറെ ഇടി ഊള VFXും. പിന്നെ ജന്മത്ത് കൊല്ലാൻ പറ്റില്ലാത്ത നായകനും വില്ലനും. അങ്ങോട്ട് വെടിവെക്കും, കൈകെട്ട് വെടിവെക്കും, കാലിൻറ്റ് വെടിവെക്കും. ഇതൊക്കെ അത്രേ ഉള്ളൂ പരിപാടി. കൊല്ലൂല, കൊന്നു കഴിഞ്ഞാൽ കഥ തീരൂല. പിന്നെ ഒരു നല്ല കിഡ്ഡലും ഫ്ലാഷ് ബാക്ക് സാധനമുണ്ട്. കണ്ണീരലിയിപ്പിക്കുന്ന മറ്റേ കണ്ണീരിലാഴ്ത്തുന്ന ഫ്ലാഷ് ബാക്ക് സീൻസ്. നൻപൻ രഘു, കബു, മറ്റേ നമ്മുടെ പണ്ടത്തെ നസീർ സാറൊക്കെ പറഞ്ഞ പോലത്തെ സാധനം ഉണ്ടല്ലോ. അമ്മാതിരി ഐറ്റം പിടിച്ച സാധനമൊക്കെ ഇതിനകത്ത് പടച്ചു വിട്ടേക്കുന്നത്. പിന്നെ 15 കൊല്ലം മുന്നത്തെ ലവ് സ്റ്റോറി കിയാറേനെ കൊണ്ടുവന്നല്ലോ. വെറുതെ ബിക്കിനിസിങ് കാണിക്കാൻ പറ്റില്ല, ലോജിക്ക് വേണമല്ലോ അതിനകത്ത്. അതുകൊണ്ട് 15 കൊല്ലം മുന്നേ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള ഒരു സാധനമൊക്കെ ഇറക്കി വിടുന്നു. ക്ലൈമാക്സ് എന്ന് പറഞ്ഞത് ഒരു മഞ്ഞുമലയിലെ മഞ്ഞ് കൂടാരത്തിലോ എവിടെയോ ഒരു സ്ഥലത്ത്, അന്റാർട്ടിക്കയെന്ന് തോന്നുന്നു, അവിടെയൊക്കെ പോയി എന്നാണ് ഷൂട്ട് ചെയ്തത്. എഫേർട്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ആ സമയത്ത് PM-നെ കൊല്ലാൻ വേണ്ടി ആളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ PM-നെ കൊല്ലാൻ നോക്കുന്നു, ഇവിടെ മറ്റേ വില്ലനും നായകനും വേണ്ടി ആ ഒരു വൈബ്. അവസാനം മാനസാന്തരം വരും. ആർക്ക്? ജൂനിയർ NTRന്. ആര് വരുത്തും? ഹൃതിക് റോഷൻ. ഈ പടത്തിനെ കുറിച്ച് എന്നതാ പറയണ്ട? ഇനി ഇത് കൂടുതൽ പറയാനൊന്നുമില്ല. ഇനി ഇതിന്റെ കഥ പറഞ്ഞു തന്ന കഥയും പറയാനില്ല. അതങ്ങനത്തെ ഒരു പടം. പടം കാണേണ്ടവർക്ക് കാണാം, ആരെയും നിർബന്ധിക്കുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ അവനവൻ്റെ വിധി അത്രേ ഉള്ളൂ. പിന്നെ ഇത് കാണാം. കൊക്കിന്റെ ഭാഷയിൽ പറഞ്ഞാലും മലങ്കൾട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇത് കണ്ടു നോക്കാം. കഥയോ കാര്യങ്ങളോ ഒരു സാധനവും ഇതിനകത്തില്ല. ഇതേ ഉള്ളൂ കഥ. ഈ ഇന്ത്യനെ നശിപ്പിക്കാൻ തന്നെ വില്ലന്മാരെ നായകൻ തച്ചൊടിക്കുന്നു. അതാണ് പരിപാടി. ആ പരിപാടിക്കിടയിൽ വന്ന സാധനങ്ങൾ കാണിച്ചു കൂട്ടുന്നതാണ് പിന്നെ പടം മൊത്തം. ഇത്രയും സാധനം കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ കഥയിൽ ഈ വൺ ലൈൻ വെച്ചിട്ട് ഈ കണ്ട അപരാധം മൊത്തം കണ്ടുകൂട്ടാൻ താല്പര്യമുള്ളവർക്ക് ഈ പടം കാണാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. കമൻസ് രേഖപ്പെടുത്തൂ. ഓക്കെ, ബൈ.